പ്രിയപ്പെട്ട കുട്ടികളെ, ഈ വർഷം മാറിയ 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് നോക്കൂ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ജസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായിട്ടും നോക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് ആകെ 6 ആക്ടിവിറ്റീസ് ആണുള്ളത്. 6 ആക്ടിവിറ്റീസിൻ്റെയും 1 by 1 ആയിട്ട് നമുക്കതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പായി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാത്രമേ മാറിയിട്ടുള്ളൂ. അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും ഈ രൂപത്തിൽ തന്നെയായിരിക്കും. അതായത് ആക്ടിവിറ്റി രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് എക്സാമിന് വരിക. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം അല്ലേ. ഓക്കെ, ഫസ്റ്റ് ടേം എക്സാമിനേഷൻ 2024-25 സ്റ്റാൻഡേർഡ് 7 ഇംഗ്ലീഷ്. ടൈം നമുക്ക് എത്ര തന്നിട്ടുള്ളത്? ആദ്യത്തെ പോലെ തന്നെ 2 മണിക്കൂർ. ഓക്കെ, ഫസ്റ്റ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്, നമുക്കതുകൂടി ഒന്ന് വായിച്ച് നോക്കാം. 15 minutes ഈസ് ഗിവൺ എ സ്കൂൾ ഓഫ് ടൈം. അത് നമുക്കറിയാം അല്ലേ. 15 മിനിറ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ച് നോക്കാനുള്ള സമയമാണ് അല്ലേ. റീഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി ഡ്യൂറിങ് ദ ടൈം. അത് നമുക്കറിയാം. ആ സമയത്ത് 15 മിനിറ്റുള്ള സമയത്ത് ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിച്ച് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ള ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ അടുത്ത ഇൻസ്ട്രക്ഷൻ എന്താ നോക്കൂ. ആക്ടിവിറ്റി 1 ഈസ് കമ്പൽസറി. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ ഒന്നാമത്തെ റീഡിങ് കോംപ്രിഹെൻഷൻ എന്നുള്ള ആ ക്വസ്റ്റ്യൻസ് ആ ആക്ടിവിറ്റി നിർബന്ധമായും എല്ലാവരും ചെയ്യണം. അതിനുശേഷം 4ാമത്തെ ഇൻസ്ട്രക്ഷൻ എന്താ നോക്കൂ. അറ്റംപ്റ്റ് എനി 4 ആക്ടിവിറ്റീസ് ഫ്രം ആക്ടിവിറ്റീസ് 2 to 6 അല്ലേ. ആക്ടിവിറ്റി 2 മുതൽ 6 വരെ ഉള്ളതിൽ നിന്നും ആക്ടിവിറ്റീസ് 2 മുതൽ 6 വരെ ഉള്ളതിൽ നിന്നും നമ്മൾ വെറും 4 എണ്ണം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ 5 ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഈ 2 മണിക്കൂർ കൊണ്ട് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഓരോ ആക്ടിവിറ്റീസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്താ നോക്കൂ. ആക്ടിവിറ്റി 1 റീഡിങ് കോംപ്രിഹെൻഷൻ. താഴെ കൊടുത്തിരുന്ന ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. റീഡ് ദ ഫോളോയിങ് പോം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന പോം കവിത വായിച്ച് ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാനാണ്. അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചുരുങ്ങിയതൊരു 3 പ്രാവശ്യമെങ്കിലും ഈ കവിത നമ്മൾ വായിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ വായിക്കുന്നതിൻ്റെ കൂടെ താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസും 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഈ 5 ക്വസ്റ്റ്യൻസും വായിച്ചു വെക്കണം. അപ്പോൾ ഓരോ റീഡിങ്ങിലും നിങ്ങൾക്ക് ഈ 5 ക്വസ്റ്റ്യൻസിൽ ഓരോന്നിൻ്റെയും ആൻസർ കിട്ടും. അതുകൊണ്ട് നിർബന്ധമായും 3 ഞാൻ കുറച്ച് പറഞ്ഞാൽ പറ്റുകയാണെങ്കിൽ 5 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഈ കവിത വായിച്ച് നോക്കണം. ഈ പോം വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈ 5 വായനയിൽ കൂടി എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഓരോ റീഡിങ്ങിലും ചിലപ്പോൾ 1-2 ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് ഈ പോം ഒന്ന് റിസൈറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ചൊല്ലൂ കേട്ടോ. ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഒന്ന് ചൊല്ലിത്തരാം. ഓക്കെ, റെഡി. മൈ ഹാർട്ട് ലീപ്സ് അപ്പ് വെൻ ഐ ബിഹോൾഡ് എ റെയിൻബോ ഇൻ ദ സ്കൈ. സോ വാസ് ഇറ്റ് വെൻ മൈ ലൈഫ് ബിഗാൻ. So is it now I am a man. So be it when I shall grow old, or let me die. The child is father of the man, and I could wish my day to be bound each to each by natural piety. അപ്പോൾ നമുക്ക് ഈ പോം അല്ലെങ്കിൽ ഈ കവിതയുടെ മീനിങ് നോക്കാം. ഓരോ വരിയുടെയും അല്ലെങ്കിൽ ഓരോ ലൈനിൻ്റെയും മീനിങ് അല്ല, നമ്മൾ ഒന്നായിട്ടുള്ള ഒരു മീനിങ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഓരോരുത്തർക്കും പലതരത്തിൽ ഇതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാൻ പറ്റും കവിതയെ. പക്ഷെ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ഇതിലെ ലെവലിൽ പറഞ്ഞു തരികയാണേ. ഓക്കെ, ശ്രദ്ധിക്കൂ. മൈ ഹാർട്ട് ലീപ്സ് അപ്പ് വെൻ ഐ ബിഹോൾഡ് എ റെയിൻബോ ഇൻ ദ സ്കൈ. ആകാശത്ത് റെയിൻബോ മഴവില്ല് കാണുന്ന സമയത്ത് എൻ്റെ മനസ്സ് കുതിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ എന്താ, സന്തോഷം അല്ലേ, അല്ലെങ്കിൽ ജോയ് അഥവാ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, എക്സൈറ്റ്മെൻറ്റ്, ഓവർ ജോയ് ഒക്കെയാണ് നമുക്ക് ഒരു മഴവില്ല് ആകാശത്ത് കാണുന്ന സമയത്ത് കുട്ടിയായിരിക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നുക. അല്ലെങ്കിൽ വലുതായാലും നമുക്ക് അങ്ങനെ നല്ലൊരു സന്തോഷം ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. ഓക്കെ, നോക്കുക നെക്സ്റ്റ് ലൈൻ. സോ വാസ് ഇറ്റ് വെൻ മൈ ലൈഫ് ബിഗാൻ. സോ ഈസ് ഇറ്റ് നൗ ഐ ആം എ മാൻ. സോ ബി ഇറ്റ് വെൻ ഐ ഷാൽ ഗ്രോ ഓൾഡ്, ഓർ ലെറ്റ് മീ ഡൈ. അങ്ങനെ ഒരു കുട്ടി ചെറുപ്പത്തിൽ നിന്നും വലുതായി മരിക്കുന്നവരുള്ള കാലഘട്ടങ്ങളാണ് ഇവിടെ പറയുന്നത്. നോക്കൂ. സോ വാസ് ഇറ്റ് വെൻ മൈ ലൈഫ് ബിഗാൻ. അങ്ങനെ ജീവിതം തുടങ്ങുന്നു. മഴവില്ലൊക്കെ കണ്ട് നല്ല ഒരു കുട്ടിക്കാലായിരുന്നു അല്ലേ. അങ്ങനെ ജീവിതം തുടങ്ങുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് വലിയ മുതിർന്ന ആളാവും, മാൻ ആവും. കുറച്ച് കഴിഞ്ഞാൽ എന്താവും, പ്രായമാവും. അങ്ങനെ ഞാൻ മരിക്കട്ടെ, അങ്ങനെ അവസാനം എന്ത് ചെയ്യും, മരിച്ചു പോകും. അതൊക്കെ നമുക്ക് ഒരു പ്രപഞ്ച സത്യമാണ്. അതേപോലെ മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞു നോക്കൂ. ദ ചൈൽഡ് ഈസ് ഫാദർ ഓഫ് ദ മാൻ ആൻഡ് ഐ കുഡ് വിഷ് മൈ ഡേ ടു ബി
നമുക്ക് ഒരു പ്രപഞ്ച തത്വം ആയിട്ടുള്ള കാര്യം ഇവിടെ പറഞ്ഞത് ചൈൽഡ് ഈസ് ഫാദർ ഓഫ് ദ മാൻ. നമുക്കറിയാം ഒരു കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു മുതിർന്ന മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തിന് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുള്ള സ്വഭാവം വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട് എന്നതുകൂടി ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ഐ കുഡ് വിഷ് മൈ ഡേ ടു ബി, എൻ്റെ ജീവിതം ഇങ്ങനെ തുടർന്നു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബൗണ്ട് ഈച്ച് ടു ഈച്ച് ബൈ നാച്ചുറൽ പയറ്റി, എങ്ങനെ എന്തുമായിട്ട് അടുത്ത് എങ്ങനെ ഇണങ്ങി ജീവിക്കണം അല്ലെങ്കിൽ കെട്ടുപിണഞ്ഞ് ജീവിക്കണം എന്നാണ് വിചാരിക്കുന്നത്. നാച്ചുറൽ പയറ്റി മീൻസ് പ്രകൃതിയോടുള്ള ഭക്തി അല്ലേ, പ്രകൃതി സ്നേഹത്തോടു കൂടി പ്രകൃതിയെ ഭക്തിപൂർവ്വം ബഹുമാനിച്ച് ജീവിച്ച് മരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതെന്നാണ് ഈ കവിതയുടെ സാരാംശം. ഈ കവിതയ്ക്ക് വേറെ തരത്തിലും നമുക്ക് ഓരോരുത്തർക്ക് വായിക്കുമ്പോൾ പല തരത്തിലുള്ള മീനിങ് വരും. എനിക്കിത് തോന്നിയത് മീനിങ്സാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം പ്രകൃതിയായിട്ടുള്ള ഒരു ഇൻ്റർ കണക്റ്റഡ്നെസ്സിനെ കുറിച്ചുള്ള ഒരു കവിതയാണ് ഇത്. ജീവിതത്തിൻ്റെ കുറേ ഭാഗങ്ങൾ ഇവിടെ വിവരിക്കുന്നുണ്ട്. സോ നമുക്ക് കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ഇനി അതിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന 5 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയറ്റ് മെൻ ബൈ ദ ഫ്രേസ് മൈ ഹാർട്ട് ലീപ്സ് അപ്പ്? മൈ ഹാർട്ട് ലീപ്സ് അപ്പ് എന്ന ഫ്രേസ് കൊണ്ട് പോയറ്റ് എന്താണ് അർത്ഥമാക്കുന്നതെന്നാണ്. നമുക്കിവിടെ ഓപ്ഷൻസ് 3 കൊടുത്തിട്ടുണ്ട്. സോറോ ദുഃഖം, രണ്ടാമത്തെ ജോയ് സന്തോഷം, മൂന്നാമത്തത് ഡിസപ്പോയിൻമെൻറ്റ് നിരാശ. നമുക്കറിയാം ഈ മൈ ഹാർട്ട് ലീപ്സ് അപ്പ് എന്ന് പറയുന്ന സമയത്ത് ഈ കവിതയിൽ നമ്മൾ റെയിൻബോ കാണുന്ന സമയത്ത് ഹൃദയം തുടിക്കുക അല്ലെ കുതിക്കുക അല്ലെ എന്തുകൊണ്ടാണ്? സന്തോഷം കൊണ്ടാണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം അപ്പം എന്ത് ചെയ്യാണ്? സെക്കൻഡ് വണ്ണായ ജോയ് ആണ്. നമുക്ക് എന്തായാലും മഴവിൽ കാണുന്ന സമയത്ത് സോറോ ദുഃഖവും വരില്ല, ഡിസപ്പോയിൻമെൻറ്റ് നിരാശയും വരില്ല, സന്തോഷം ആയിട്ടുള്ള ജോയ് എന്നുള്ള ആൻസറാണ് വരിക അല്ലേ. അപ്പം ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? സെക്കൻഡ് ഓപ്ഷൻ 2 ആയ ജോയ് ആണ്. ഓക്കെ, ദെൻ വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ തീം ഓഫ് ദ പോം? ഈ കവിതയുടെ തീം എന്താണ്? തീം നമുക്ക് എല്ലാവർക്കും അറിയാം, നേച്ചർ അല്ലേ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് എ റൈമിംഗ് പെയർ ഫ്രം ദ പോം. ഈ കവിതയിൽ നിന്നും റൈമിംഗ് പെയർ കണ്ടുപിടിക്കാനാണ്. 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഓൾറെഡി റൈമിംഗ് സ്കീമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ സിമ്പിളായിട്ടുള്ള റൈമിംഗ് പെയറാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം റൈമിംഗ് പെയർ എന്താണെന്ന്. ഒരു റൈമിംഗ് പെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കവിതയിലും ഓരോ വരിയിലും അവസാനിക്കുന്ന ഒരേപോലെ ശബ്ദം വരുന്ന ഉച്ചരിക്കുന്ന പ്രൊനൗൺസ് ചെയ്യുന്ന വേർഡ്സിനാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുക. അപ്പം ഈ കവിതയിൽ ഈ പോമത്തിൽ ഒരേപോലെ ഉച്ചരിക്കുന്ന 2 വേർഡ്സാണ്. ഒന്ന് ബിഗാനും മാനും. ഓക്കെ, അതാണ് ഈ ബിഗാൻ ആൻഡ് മാൻ ആണ് റൈമിംഗ് പെയർ ആയിട്ട് നമുക്ക് എഴുതാവുന്നത്. ഓക്കെ, വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് വേർഡ് മീൻസ് ഡിവോഷൻ ഇൻ ദിസ് പോം? ഈ കവിതയിൽ ഡിവോഷൻ മീൻസ് ഭക്തി എന്ന് അർത്ഥം വരുന്ന വേർഡ് ഏതാണ്? ഈ കവിതയിൽ അത്രയൊന്നും ന്യൂ വേർഡ്സ് ഇല്ല, ആകെ 1-2 എണ്ണയുള്ളൂ. ഒന്ന് ബൗണ്ട്, ഒന്ന് പയറ്റി. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഭക്തിയുടെ അതേ മീനിങ് ഉള്ള വേർഡ് പയറ്റിയാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ പോം. ഈ കവിതയ്ക്ക് ഒരു നല്ലൊരു തലക്കെട്ട് കൊടുക്കാനാണ്, ടൈറ്റിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ദ റെയിൻബോ എന്നാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും തലക്കെട്ടാണ് കൊടുക്കാൻ തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാവുന്നതാണ്. മനുഷ്യനും പ്രകൃതിയെ ബന്ധപ്പെട്ട വേറെ ഏതെങ്കിലും നല്ല ടൈറ്റിൽ കൊടുക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. ഓക്കെ, ഇത്രയും 5 ക്വസ്റ്റ്യൻസ് ഇത്തരത്തിൽ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എ ഗ്രേഡ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് മൂവ് ചെയ്യാം. ആക്ടിവിറ്റി 2, കോൺവെർസേഷൻ. Ricky tells his best friend Sachin about the robot that his father bought. Write the conversation. റിക്കീൻ്റെ ഫ്രണ്ട് സച്ചിനോട് വീട്ടിൽ ഫാദർ വാങ്ങിച്ച റോബോട്ടിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ എന്തൊക്കെയായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഇവിടെ കോൺവെർസേഷൻ ഡയലോഗ്സ് ഒക്കെ എഴുതിയിട്ടുള്ളത്. ഇതിലും കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് എഴുതാം. മിനിമം നിങ്ങൾ ഇത്രയെങ്കിലും എഴുതണം, എന്നാൽ മാത്രമേ നമുക്ക് എ ഗ്രേഡ് കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് റിക്കിയുടെയും സച്ചിൻ്റെയും കോൺവെർസേഷൻ എന്താ നോക്കാം. റിക്കി, ഹേ സച്ചിൻ, മൈ ഫാദർ ബോട്ട് എ റോബോട്ട്. റിക്കി പറയാണ്, സച്ചിൻ, എൻ്റെ ഫാദർ ഒരു റോബോട്ടിനെ വാങ്ങിച്ചു എന്ന്. അപ്പോൾ സച്ചിൻ ചോദിക്കുക, റിയലി, വാട്ട്സ് ഇറ്റ്? ശരിയാണോ, എന്താ അത് എന്ന്. അപ്പം റിക്കിൻ്റെ റിപ്ലൈ എന്താ? ഇറ്റ്സ് എ ബട്ട്ലർ റോബോട്ട്. ഇറ്റ് ക്യാൻ കുക്ക്, ക്ലീൻ ആൻഡ് എവറിതിങ് വിൽ ഡു. എന്തൊക്കെ ചെയ്യും? കുക്ക് ചെയ്യും, ക്ലീൻ ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ബട്ട്ലർ റോബോട്ടിനെയാണ് എൻ്റെ ഫാദർ വാങ്ങിച്ചത്. അപ്പോൾ സച്ചിൻ എന്താ ചെയ്യുക?
ഓ ദാറ്റ്സ് അമേസിങ്, വാട്ട്സ് ഇറ്റ് ലൈക്ക്. അത് അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു, വണ്ടർഫുൾ. എന്താണിത്, എന്തുപോലെയുള്ളത് അത് കാണാൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പം റിക്കിയുടെ റിപ്ലൈ എന്താ നോക്കൂ. ദാറ്റ്സ് ലുക്ക് ലൈക്ക് എ ഹ്യൂമൻ ബീങ്. അതൊരു മനുഷ്യനെ പോലെ ഉണ്ട് കാണാൻ അല്ലേ, ഹ്യൂമൻ ബീങ്ങിനെ പോലെ. ഓക്കെ, സച്ചിൻ പറയാം, സോ യു വിൽ ബി ഹാപ്പി നൗ റൈറ്റ്. നീ എനിക്കിപ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും, നല്ല സന്തോഷത്തിലായിരിക്കില്ലേ നീന്ന്. അപ്പോൾ റിക്കിയുടെ റിപ്ലൈ നോക്കൂ. നോ സച്ചിൻ, ഇറ്റ്സ് ബീങ് ടേക്കിംഗ് മൈ തിങ്സ് വിത്തൗട്ട് ആസ്കിങ് മീ. എനിക്ക് അത്ര സന്തോഷമൊന്നുമില്ല റിക്കി. ഇറ്റ്സ് ബീങ് ടേക്കിംഗ് മൈ തിങ്സ്. എൻ്റെ സാധനങ്ങൾ ഓരോന്ന് അത് കട്ടെടുത്തുകൊണ്ട് പോകുന്നുണ്ട് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പെർമിഷൻ ഇല്ല, എന്നോട് ചോദിക്കാതെ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് സച്ചിൻ എന്നാണ് റിക്കി സച്ചിനോട് പറയുന്നത്. അപ്പോൾ സച്ചിൻ ചോദിക്കുന്ന ചോദ്യം എന്താ നോക്കൂ. വാട്ട് തിങ്സ് ഡു യു ലോസ് ദം? നിനക്കതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? റിക്കി പറയാം, യെസ് ഐ തിങ്ക് സോ. ഐ കുഡിൻ ഫൈൻഡ് മൈ ഫേവറേറ്റ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. ഐ സോ ദ റോബോട്ട് ടേക്കിംഗ് ദം. എൻ്റെ ഫേവറേറ്റ് ഫുട്ബോളും ടീഷർട്ടും ഒന്നും കാണുന്നില്ല. ഞാൻ കണ്ടു ഒരു ദിവസം റോബോട്ട് അതൊക്കെ എടുക്കുന്നതെന്ന്. ഇത് കേട്ടിട്ട് സച്ചിൻ്റെ മറുപടി എന്താ നോക്കൂ. സച്ചിൻ്റെ മറുപടി അല്ല, സച്ചിൻ എന്താ ചോദിക്കുന്നത് നോക്കൂ. സച്ചിൻ, ഓ ദാറ്റ്സ് വൈഡ്. ഡിഡ് യു ആസ്ക് യുവർ ഫാദർ അബൌട്ട് ഇറ്റ്? ഓ, വയേർഡ് മീൻസ് വിചിത്രമായിരിക്കുന്നു. ഇത് കേട്ടിട്ടൊരു വിചിത്രമായിരിക്കുന്നു. നീ നിൻ്റെ ഫാദറിനോട് ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ റിക്കി എന്താ പറഞ്ഞത്? യെസ് ബട്ട് ഹി ഡിഡിൻ ബിലീവ് മീ. അച്ഛൻ വിശ്വസിക്കുന്നില്ല ഞാൻ പറയുന്ന ഒന്നൊന്ന് റിക്കി സച്ചിനോട് പറഞ്ഞു. സച്ചിൻ, ബട്ട് മേ ബി ദ റോബോട്ട് ഈസ് ജസ്റ്റ് ട്രൈങ് ടു ഹെൽപ്പ്. നിന്നെ ഹെൽപ്പ് ചെയ്യുകയാണോ ആര്? റോബോട്ട്. റിക്കി, യെസ്, said that it collects unwanted things and send them to the needy people. അപ്പോൾ റിക്കി പറയാം, യെസ്, അങ്ങനെയാണ് റോബോട്ട് പറയുന്നത്. ഇവിടെയുള്ള അൺവാണ്ടഡ് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആവശ്യക്കാർക്ക് അവൻ എത്തിച്ചു കൊടുക്കുകയാണെന്നാണ് റോബോട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സച്ചിൻ എന്താ പറയുന്നത്? വാവ്, ദാറ്റ്സ് റിയലി നൈസ്. അത് നല്ലൊരു കാര്യമല്ലേ, നല്ല കാര്യമായിരിക്കുന്നു. സോ ദ റോബോട്ട് ഈസ് ആക്ച്വലി ഹെൽപ്പിംഗ് പീപ്പിൾ. അപ്പോൾ നമ്മുടെ ഈ റോബോട്ട്, ബട്ട്ലർ റോബോട്ട് ജനങ്ങളെ സഹായിക്കുകയാണല്ലേ എന്ന്. റിക്കി, യെസ്, നൗ ഐ ആം ട്രൈങ് ടു ലൈക്ക് റോബോട്ട്. ഞാനും ഇപ്പോൾ എന്താ പറയുക, റോബോട്ടിനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുകയാണെന്ന്. ഐ വാണ്ട് ടു ഹെൽപ്പ് പീപ്പിൾ ടു. എനിക്കും ജനങ്ങളെ, പാവങ്ങളെ ഒക്കെ സഹായിക്കണമെന്ന് റിക്കി സച്ചിനോട് പറയാം. അപ്പോൾ സച്ചിന് പറയാം, ദാറ്റ്സ് ഗുഡ്, ഐ എം പ്രൗഡ് ഓഫ് യു റിക്കി. ഓ, ഇത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. നല്ല പ്രവൃത്തിയല്ലേ നീ ചെയ്തത്. ഐ ആം പ്രൗഡ് ഓഫ് യു. നിന്നെക്കുറിച്ച് എനിക്ക് ആലോചിച്ചിട്ട് അഭിമാനം തോന്നുന്നു റിക്കി എന്ന് പറയാം. അപ്പോൾ റിക്കിയുടെ മറുപടി, താങ്ക് യു സച്ചിൻ. ഓക്കെ, നന്ദി പറയുന്നു. ഇത്രയും നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഏകദേശം നല്ലൊരു കോൺവെർസേഷനായി. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 5 എക്സ്ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിർബന്ധമായും വേണം. ഓക്കെ, ഒരു ഡയലോഗ്, ഒരു കോൺവെർസേഷൻ എഴുതുന്ന സമയത്ത് 5 എക്സ്ചേഞ്ച്, ദാറ്റ് മീൻസ് ടോട്ടൽ ഒരു 10 ഉണ്ടാവും. ഓക്കെ, ദെൻ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 3. നെക്സ്റ്റ് ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 3, ഡിസ്ക്രിപ്ഷൻ, പിക്ചർ ഡിസ്ക്രിപ്ഷൻ. നേച്ചർ ഈസ് എ ബ്യൂട്ടിഫുൾ ക്രിയേഷൻ ഓഫ് ഗോഡ്. ഡിസ്ക്രൈബ് ദ പിക്ചർ ഇൻ യുവർ ഓൺ വേർഡ്സ്. പിക്ചർ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. കാരണം നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ പിക്ചർ നോക്കിയിട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പിക്ചർ എന്ന് വേണേൽ എഴുതാം, അല്ലെങ്കിൽ ഇവിടെ കൊടുത്തതുപോലെ വേറെ തരത്തിൽ നിങ്ങൾക്ക് എഴുതാം. എന്നിട്ട് ആ പിക്ചറിൽ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത് നിങ്ങളുടെ വ്യൂ അനുസരിച്ച് എഴുതാം. എന്നിട്ട് അവസാനം നല്ലൊരു എൻഡിങ്ങും കൂടി വെച്ചാൽ നമുക്ക് നല്ലൊരു പിക്ചർ ഡിസ്ക്രിപ്ഷനായി. വേണമെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് എഴുതാം ഐ ലൈക്ക് ദിസ് പിക്ചർ വെരി മച്ച് എന്നൊക്കെ എഴുതി ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ ഡിസ്ക്രിപ്ഷൻ നമുക്കൊന്ന് വായിച്ച് നോക്കാം. നേച്ചർ ഈസ് എ ബ്യൂട്ടിഫുൾ ക്രിയേഷൻ ഓഫ് ഗോഡ്. ഇറ്റ് ഈസ് എ പ്രഷ്യസ് ഗിഫ്റ്റ് ടു all of us living on earth. Nature is everything around us. It provides the beauty to our environment. Without the amazing gift of nature, the human life would have dull and meaningless. Okay, അപ്പോൾ ഇങ്ങനെ വേണേൽ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ടും എഴുതാം. ഇത് കുറച്ച് വേർഡ്സേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ നിങ്ങളൊരു കുറഞ്ഞതൊരു 10 സെൻറ്റൻസ് ഉണ്ടെങ്കിൽ നല്ലൊരു പിക്ചർ ഡിസ്ക്രിപ്ഷനായി. കൂടുതൽ എഴുതുന്നതിലല്ല, അതിൻ്റെ
സെൻറ്റൻസുകൾ തെറ്റാതെ നിങ്ങൾ എഴുതണം. വേർഡ്സും എല്ലാം തന്നെ അക്ഷരത്തെറ്റില്ലാതെ എഴുതുമ്പോഴാണ് നമുക്ക് നല്ലൊരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആവുന്നത്. ഓക്കെ, അങ്ങനെ ശ്രദ്ധിച്ച് എഴുതിയാൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ പോസ്റ്റർ മേക്കിംഗ്. പോസ്റ്റർ മേക്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. We use social media to make our communication more effective, but often they are misused. Design a poster on the misuse of social media. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ നമ്മുടെ ഗുണത്തിനും ഉണ്ട്, ദോഷത്തിനും ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഏതൊക്കെ തരത്തിലാണ് സോഷ്യൽ മീഡിയ നമുക്ക് ബുദ്ധിമുട്ടാകുന്നത് എന്നുള്ള ആ ഒരു തീം വെച്ചിട്ട് ആ ടോപ്പിക്കിൻ്റെ മുകളിൽ നമ്മളൊരു നല്ലൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത്. പോസ്റ്റർ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു വർക്കാണ്, ഒരു ആക്ടിവിറ്റിയാണ്. പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്. പോസ്റ്റർ നിർമ്മിക്കുന്ന സമയത്ത് ഒരു 3-4 കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല സ്കോർ നമുക്ക് നേടാൻ കഴിയും. കാരണം ഒരു പോസ്റ്റർ ഉണ്ടാക്കുന്ന സമയത്ത് ആ തീമുമായി ബന്ധപ്പെട്ട നല്ലൊരു ടൈറ്റിൽ, നല്ലൊരു തലക്കെട്ട് കൊടുക്കുക. പിന്നെ ആ തീമുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം വരയ്ക്കുക. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് അതിന് ആ തീമുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജ് കൊടുക്കുക. മെസ്സേജ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പിന്നെ വേറെ എന്തെങ്കിലും സ്ലോഗൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. കൂടാതെ പോസ്റ്ററിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലേ ഔട്ട്, അതായത് പോസ്റ്ററിൻ്റെ കെട്ടും മട്ടും. അത് ഏത് തരത്തിലാണ്, അതിൻ്റെ ഷേപ്പ് ചതുരത്തിലാണോ ചതുരാകൃതിയിലാണോ, അങ്ങനെ അതിന് കൊടുക്കുന്ന ഡിസൈനിങ് ഉണ്ടല്ലോ, ആ ഡിസൈനിങ്ങിന് നല്ല പ്രാധാന്യമുണ്ട്, അതിന് ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പം ഇങ്ങനെ 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പോസ്റ്റർ നിർമ്മിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം ഇവിടെ കൊടുത്തിരിക്കുന്ന പോസ്റ്റർ. ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു പോസ്റ്ററാണ്. ഇതിലും നല്ല പോസ്റ്ററുകൾ നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ നോക്കുക, ബി റെസ്പോൺസിബിൾ, അത് നമുക്കൊരു ടൈറ്റിലായിട്ട് നോക്കാം. പിന്നെ ടൈറ്റിലായിട്ട് എടുക്കുക. പിന്നെ ചിത്രങ്ങളായിട്ട് ഫേസ്ബുക്ക്, പിന്നെ യൂട്യൂബ്, പിന്നെ നമുക്ക് അവിടെ വാട്സപ്പിൻ്റെ ചിത്രം കൂടി ജസ്റ്റ് അതിൻ്റെ ഐക്കണും കൂടി നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. പിന്നെ TVൻ്റെയോ മറ്റോ ചിത്രമാണ് വരച്ചത്. പിന്നെ താഴെ നോക്കൂ, അതൊരു മെസ്സേജ്, ബി സേഫ്, ബി റെസ്പെക്റ്റ്ഫുൾ, ബി സ്മാർട്ട് അല്ലേ. ഇത്രയും കാര്യം എഴുതിയില്ലേ. നമ്മളെല്ലാ തരത്തിലും റെസ്പോൺസിബിൾ, ഉത്തരവാദിത്തമുള്ള ഒരു പൗരനായിട്ട് നമ്മൾ ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ സോഷ്യൽ മീഡിയ എല്ലാം തന്നെ അതിൻ്റേതായിട്ടുള്ള ലെവലിൽ നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ നന്നായി ജീവിക്കാൻ കഴിയൂ എന്നുള്ള ഒരു മെസ്സേജാണ്. ഡോണ്ട് ബി അഡിക്റ്റഡ് എന്ന് എഴുതി ഇപ്പുറത്ത് റെഡ് കളറിൻ്റെ ഉള്ളിലായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ എഴുതിയിട്ടുണ്ട്. ഡോണ്ട് ബി അഡിക്റ്റഡ് എന്ന് പറഞ്ഞാൽ അതിലൊന്നും തന്നെ അഡിക്റ്റ് ആവരുത്, ഈ കാണുന്ന ഒരു സോഷ്യൽ മീഡിയയിലും അഡിക്റ്റ് ആവരുത് എന്നുള്ള ഒരു മെസ്സേജ് കൂടി അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇതിലും നല്ല മനോഹരമായ മെസ്സേജ് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിർമ്മിക്കാൻ പറ്റും. ഇത് വെറും ഒരു സാമ്പിൾ മാത്രമാണ്. ഇതിൽ മനോഹരമായി നിങ്ങൾ നിർമ്മിക്കുക, നിങ്ങൾക്ക് എന്തായാലും നല്ല സ്കോർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 5, റീഅറേഞ്ച് ദ സെൻറ്റൻസസ് ഇൻ കറക്റ്റ് ഓർഡർ. ഇങ്ങനെയൊരു ആക്ടിവിറ്റി നമുക്ക് സാധാരണ കാണാറുണ്ട്. നമുക്ക് ബുക്കിലുള്ള സ്റ്റോറിയാണ് നാം ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റോറി ഓർഡർ തെറ്റിച്ച് ഡിസോർഡറിലായിട്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഓർഡർ കറക്റ്റാക്കി എഴുതാനാണ്. ആ റിക്കിയുടെ സ്റ്റോറിയാണ് ഇവിടെ കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കാം. റിക്കി വേക്സ് അപ്പ് ടു ഫൈൻഡ് ഹിസ് റൂം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. അതാണ് ഒന്നാമത്തെ കൊടുത്തത്. അതിൻ്റെ മുന്നേ കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് കംപ്ലീറ്റ് വായിച്ച് കഴിഞ്ഞാലേ നമുക്കിത് കറക്റ്റ് ഓർഡറിലാക്കാൻ കഴിയുള്ളൂ. നമുക്ക് നോക്കാം. റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട്. നെക്സ്റ്റ് തേർഡ് വൺ, റിക്കി ഡിസൈഡ്സ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. അതൊക്കെ ലാസ്റ്റുള്ള കാര്യമാണ് അല്ലേ. അത് മൂന്നാമതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. റിക്കി ക്യാച്ച് ദ ബട്ട്ലർ റോബോട്ട് റെഡ് ഹാൻഡഡ്. ദെൻ ഫിഫ്ത്ത് വൺ, റിക്കി സെർച്ച് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. നമുക്കറിയാം റിക്കിയുടെ സ്റ്റോറി ഡിസോർഡറിലായിട്ട് കൊടുത്തതാണ്. നമുക്കിനി അത് ഓർഡറിലാക്കാം. നെക്സ്റ്റ് ഓർഡറിലാക്കിയത് വായിച്ച് നോക്കാം. ആൻസേഴ്സ്. ഫസ്റ്റ് വൺ, റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട്. അതാണ് ആദ്യം തന്നെ നടന്ന കാര്യം അല്ലേ. നെക്സ്റ്റ് നോക്കുക. റിക്കി വേക്സ് അപ്പ് ടു ഫൈൻഡ് ഹിസ് റൂം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. ഓക്കെ, അതും കറക്റ്റാണ് അല്ലേ. സെക്കൻഡ്. തേർഡ് വൺ, റിക്കി സെർച്ച്ഡ് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. ഓക്കെ, ബട്ട്ലർ റോബോട്ട് വന്നതിന് ശേഷമാണ് നമ്മുടെ റിക്കീൻ്റെ റൂമൊക്കെ ക്ലീൻ ആയത്. അതിനുശേഷം റിക്കീൻ്റെ ടീഷർട്ടും ഫുട്ബോളും കാണാതെയായി. അപ്പം എന്താ ചെയ്തത് നോക്കൂ. റിക്കി ക്യാച്ച് ദ ബട്ട്ലർ റോബോട്ട് റെഡ് ഹാൻഡഡ്. പിന്നീട് റിക്കി തന്നെ ബട്ട്ലർ റോബോട്ടാണ് ഇതെല്ലാം എടുത്തു വയ്ക്കുന്നതെന്ന് മനസ്സിലാക്കി. അങ്ങനെ റിക്കി റോബോട്ടിനെ കണ്ടുപിടിച്ചു, റോബോട്ട് എടുക്കുന്നത് കണ്ടുപിടിച്ചു. ലാസ്റ്റ് വൺ നോക്കൂ.
റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. നല്ലൊരു കുട്ടിയാവാൻ അല്ലേ, നല്ലൊരു ഈ സമൂഹത്തിനും വീടിനും സമൂഹത്തിനും ഉതകുന്ന നല്ലൊരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആവാൻ വേണ്ടി നമ്മുടെ റിക്കി തീരുമാനിച്ചു. ആ ഓർഡറിലായിരുന്നു എഴുതേണ്ടത്, പക്ഷേ അത് ഓർഡർ തെറ്റിച്ചാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തത്. ഇപ്പം നമ്മൾ കറക്റ്റ് ഓർഡറിലാക്കി. then നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയ 6th ആക്ടിവിറ്റി ആയ എഡിറ്റിങ്ങിലേക്ക് പോകാം. ഇവിടെ എഡിറ്റിങ്ങിൽ 7ാം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റിലുള്ള ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തത്. വളരെ സിമ്പിളായിട്ടുള്ള എഡിറ്റിംഗ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അണ്ടർലൈൻ ചെയ്തതൊക്കെ തെറ്റായിട്ടുള്ള ആൻസേഴ്സാണ്, അത് തിരുത്തിയാണ് നമുക്ക് എഴുതേണ്ടത്. വായിച്ച് നോക്കാം. ദ ഗേൾ കണ്ടിന്യൂഡ് ടു റിസീവ് ലെറ്റേഴ്സ് ടു ദ ഡോൾ. ഷീ റൈറ്റ് അബൌട്ട് ദ adventures in details. The letters delighted a girl. അപ്പോൾ അണ്ടർലൈൻ ചെയ്തതൊക്കെ നോക്കൂ. ആദ്യം തന്നെ അണ്ടർലൈൻ ചെയ്തതാണ് ഒന്ന് ടു ദ ഡോൾ, ദ നെക്സ്റ്റ് ഷീ റൈറ്റ്, ദ നെക്സ്റ്റ് അഡ്വഞ്ചേഴ്സ്, ദ നെക്സ്റ്റ് വൺ ദ ലെറ്റേഴ്സ് ആൻഡ് ലാസ്റ്റ് വൺ എ ഗേൾ. ഇതൊക്കെ തെറ്റിദ്ധരുത്തി നിങ്ങൾക്ക് എഴുതാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും ആൻസറിലേക്ക് നോക്കാം. ദ ഗേൾ കണ്ടിന്യൂഡ് ടു റിസീവ് ലെറ്റേഴ്സ് ടു ദ ഡോൾ എന്നല്ല, അവിടെ പ്രിപ്പോസിഷൻ ടു അല്ല വേണ്ടത്, ഫ്രം ആണ്, ഫ്രം ദ ഡോൾ. നെക്സ്റ്റ് ഷീ റൈറ്റ് അബൌട്ട് ഹിസ് അഡ്വഞ്ചേഴ്സ്. റൈറ്റ് എന്നല്ല വേണ്ടത്, പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. റൈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ആയ റോട്ട് എന്നാണ് അവിടെ വേണ്ടത്. ഷീ റോട്ട് അബൌട്ട് ഹിസ് അഡ്വഞ്ചേഴ്സ് എന്നുള്ളത് തെറ്റാണ്, സ്പെല്ലിംഗ് എററാണ്. അഡ്വഞ്ചർ എന്നുള്ള സ്പെല്ലിങ് ADVENTURES എന്നാണ്. ഇവിടെ നമുക്ക് TA എന്നായിപ്പോയി അല്ലേ, അപ്പോൾ അത് തിരുത്തി എഴുതുക. അഡ്വഞ്ചേഴ്സ് ഇൻ ഡീറ്റെയിൽസ്. ദ നെക്സ്റ്റ് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞതിന് ശേഷം ദ ലെറ്റേഴ്സ് ഡിലൈറ്റഡ് എ ഗേൾ. ആ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞതിന് ശേഷം എന്ത് കാര്യം എഴുതുകയാണെങ്കിലും ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യണം അല്ലേ. ദ ലെറ്റേഴ്സ് ദ എന്നുള്ളത് സ്മോൾ ലെറ്റർ ടി ആണ് കൊടുത്തത്, അവിടെ ക്യാപിറ്റലൈസേഷൻ ക്യാപിറ്റൽ ലെറ്റർ ടി യൂസ് ചെയ്യണം. അപ്പോൾ ദ എന്നുള്ള ക്യാപിറ്റലാണ് യൂസ് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ ലെറ്ററായ ടി യൂസ് ചെയ്യണം. അവിടെ അതാണ് ക്യാപിറ്റലൈസേഷൻ്റെ പ്രശ്നമാണ് അവിടെ വന്നിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് വൺ ദ ലെറ്റേഴ്സ് ഡിലൈറ്റഡ് എ ഗേൾന്ന്, എ ഗേൾ എന്നല്ല വേണ്ടത്, ആ ഗേൾ ഓൾറെഡി സ്പെസിഫൈഡ് ആണ്. അപ്പോൾ അവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്, ദ ഗേൾ എന്നാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക്, അതായത് A ഗ്രേഡ് വാങ്ങിക്കാൻ കഴിയും. കാരണം മറ്റൊന്നുമല്ല, ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ് ഈ എഡിറ്റിങ്ങിലൊക്കെ വരിക. അതാണ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കണം എന്ന് പറയുന്നത്. വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ തെറ്റ് തിരുത്താനും എല്ലാ കാര്യം ലാംഗ്വേജും പിന്നെ ഗ്രാമറും ഒക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എഴുതി ചോദിക്കാവുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം വേണ്ട നിർദ്ദേശങ്ങൾ നമ്മൾ തരുന്നതാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കണം, അതിനൊന്നും ബുദ്ധിമുട്ടരുത്. സോ പ്ലീസ് സ്റ്റേ ട്യൂൺ അവർ ചാനൽ. താങ്ക് യു, ബൈ ബൈ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ലൈക്കിനൊക്കെ അത്രയേറെ പ്രാധാന്യമുണ്ട്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.